ചേട്ടാ, ഇപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇനിയിപ്പോ ഇഡിയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോ എല്ലാ പ്രതീക്ഷകളും തീർന്നില്ലേ? ഇനിയിപ്പോ ദൈവതുല്യരെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കിയായില്ലേ? കാര്യം നമുക്കറിയാം, ഇതിനു മുന്നേയും ഇഡി സർക്കാരിനെതിരെ വന്ന പല കേസുകളും തെളിയിക്കപ്പെടാണ്ട് അല്ലെങ്കിൽ തേച്ചുമാച്ച് കളഞ്ഞില്ലേ? അപ്പോ ശബരിമല സ്വർണ്ണക്കൊള്ളയും വിശ്വാസികൾക്ക് നിരാശയായിരിക്കില്ലേ ഇഡി സമ്മാനിക്കാൻ പോകുന്നത്? ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് നിലവിൽ 9 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ CPM-ന്റെ പ്രധാനപ്പെട്ട പത്മകുമാറും ബാസു ഉൾപ്പെടെയുള്ള ആളുകളെ, അതോടൊപ്പം തന്നെ മുരാരി ബാബുവിന് CPM യൂണിയന്റെ നേതാവ്, ഏറ്റവും അവസാനം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിവിധ ഘട്ടങ്ങളിലായി പണം നൽകിയ ജ്വല്ലറി ഉടമ, കർണാടകയിലെ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിവിധ ഘട്ടങ്ങളിലായി 1.5 കോടി രൂപ നൽകിയെന്നാണ് ഗോവർദ്ധൻ, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. 1.5 കോടി രൂപ കൈമാറിയ ശേഷമാണ് താൻ സ്വർണം വാങ്ങിയതെന്നാണ് ഇദ്ദേഹം അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളും ഡിജിറ്റൽ തെളിവുകളും ഈ ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഇത് കേസിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ നിർണായകമാകുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രതീക്ഷ. കഴിഞ്ഞ ദിവസമാണ് ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരിയെയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവരെ നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതിനായി ഉടൻ അപേക്ഷയും നൽകും. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണം ഗോവർദ്ധന്റെ കൈവശം എത്തിച്ച ഇടനിലക്കാരൻ കൽപേഷിനെ SIT വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് വലിയ ഒരു നിർണായകമായ അറസ്റ്റാണ് ഇന്നലെ ഗോവർദ്ധന്റെയും ഭണ്ഡാരിയുടെയും അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് അന്വേഷണം ഏറ്റെടുത്തത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറെ തിരിച്ചടിയാണ്, ഏറെ വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു അറസ്റ്റ് പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി ഏകദേശം അവസാനിച്ചിരുന്നത്. അന്വേഷണം കാര്യക്ഷമമായല്ല. എന്തുകൊണ്ടാണ് ഉന്നത ഉദ്യോഗസ്ഥലേക്ക് അറസ്റ്റ് എത്താത്തത് അല്ലെങ്കിൽ അന്വേഷണം എത്താത്തത് എന്നൊരു ചോദ്യം ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഇനി വിലപ്പെട്ട രേഖകൾ പലതും കണ്ടുകിട്ടിയിട്ടുണ്ട്. അതായത് ഗോവർദ്ധൻ നൽകിയ രേഖകൾ, ഡിജിറ്റൽ തെളിവുകൾ ഈ അന്വേഷണത്തെ ഏറെ നിർണായകമാക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ അതിനിർണായകമായ അറസ്റ്റിലേക്ക് ഇനി അന്വേഷണ സംഘം കടക്കുമോ എന്നതാണ് കണ്ടറിയാനുള്ളത്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ അങ്കലാപ്പിലാണ്, പ്രത്യേക അന്വേഷണ സംഘം. കാരണം ED ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം EDയുടെ അന്വേഷണം മുന്നോട്ടുള്ള പ്രയാണം ഏത് തരത്തിലാണോ ആകും എന്നൊരു സംശയം CPM-നുണ്ട്. അത്തരത്തിൽ മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത ഉന്നതരായ ആളുകൾക്കിടയിലേക്ക് അല്ലെങ്കിൽ അന്വേഷണം പോകുമോ എന്നൊരു ഭയം CPM-നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ED അന്വേഷണത്തെ CPM ഭയപ്പെടുന്നുണ്ട്. ഇവിടെ 9 ആളുകൾ, മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ പത്മകുമാർ, ബാസു ഉൾപ്പെടെയുള്ള ആളുകൾ, ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ CPM-ന്റെ സഹയാത്രികരും CPM-ന്റെ നേതാക്കന്മാരും CPM-ന്റെ മാനസപുത്രന്മാരുമാണ്. അതുകൊണ്ട് തന്നെ EDയുടെ അന്വേഷണത്തിൽ ഇനി ആരെല്ലാം കുടുങ്ങും, ആരിലേക്കെല്ലാം അന്വേഷണം പോകുമെന്നൊരു ഭയം CPM-നുണ്ട്. കാരണം കേന്ദ്ര ഏജൻസി ഈ കേസ് വരിഞ്ഞു മുറുക്കുകയാണെങ്കിൽ CPM-ന്റെ പല പ്രമുഖർക്കും ജയിലഴിക്കുള്ളിലേക്ക് പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ EDയുടെ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനുള്ള നീക്കം CPM-ന്റെ ഭാഗത്തുണ്ടാകുമോ എന്നതാണ് കണ്ടറിയാനുള്ള ഒരു കാര്യം. അല്ല ചേട്ടാ, അതിന്റെ അകത്ത് സ്വാധീനിക്കാനുള്ള സാധ്യതയില്ലേ? കാര്യം നമുക്കറിയാം, ഇഡി പല സാഹചര്യങ്ങളിലും സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലേ? അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ട് സ്വർണ്ണക്കൊള്ളയിൽ ഇഡി ഉറച്ചൊരു നിലപാട് എടുക്കുമെന്ന് പറയാൻ കഴിയോ? ഇനിയിപ്പോ ഈ പറയുന്ന പോലെ കേരളത്തിൽ BJP CPM അന്തർധാരയാണ് എങ്കിൽ ED ഒരിക്കലും ഈ സ്വർണ്ണക്കൊള്ള പുറത്തു കൊണ്ടുവരില്ലല്ലോ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങുമോ അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് അവർ അന്വേഷണം ആരംഭിച്ചതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ. മുൻവിധിയോടുകൂടി ED കേസിനകത്ത് CPM-നെ രക്ഷിക്കുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ED ആണ് കോടതിയിൽ അപേക്ഷ നൽകുന്നത്. EDക്ക് എല്ലാ രേഖകളും കൈമാറാൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. ഒരു പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സ്വാധീനിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, നേരത്തെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ആരോപണങ്ങൾ 100% ശരിയാണെന്ന് തെളിയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്ന പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തായാലും കേന്ദ്ര സർക്കാർ നേതൃത്വം അല്ലെങ്കിൽ അവരുടെ അധീനതയുള്ള അന്വേഷണ സംഘമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ CPM BJP ഡീലിന്റെ ഭാഗമായി EDയെ സ്വാധീനിക്കുമോ അതെല്ലാം മറ്റൊരു കാര്യമാണ്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് അന്വേഷണം നേരാമണ്ണം നടത്തിയാൽ പല പ്രമുഖർക്കും ജയിലിൽ പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ED എന്തായാലും ഈ കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് തുടക്കം മുതലുള്ള രേഖകൾ കോടതി അനുമതിയോടുകൂടി സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറേണ്ടി വരും. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത് ദേവസ്വം മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് അന്വേഷണം കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ ചില മാധ്യമങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ പരാമർശിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ്
കടകംപള്ളി മുൻ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത CPM-ന്റെ മുതിർന്ന നേതാവ് കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പരാമർശിച്ചിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തത വരുത്തണമെങ്കിൽ ED അന്വേഷണത്തിലൂടെ കഴിയുമെന്നാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ. ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വേദനയുണ്ടാക്കിയ, വലിയ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ED ഈ കേസന്വേഷണം ഏറ്റെടുക്കുമ്പോൾ ഇത് ഏത് രൂപത്തിൽ മുന്നോട്ട് പോകുമെന്നൊരു ആകാംക്ഷ എല്ലാവർക്കും ഉള്ളത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസന്വേഷണം മുന്നോട്ട് പോകുമെന്ന ഒരു പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ടാകുമ്പോൾ ഈ കേസന്വേഷണം വളരെ കൃത്യമായി മുന്നോട്ട് പോയാൽ അത് CPM-ന്റെ അടിവേരറുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് സംശയത്തിന്റെ നിഴലുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് CPM. ആ സംശയം തന്നെയാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ അടിവേരറുക്കുന്ന രൂപത്തിലേക്ക് എത്തിയത്. ശബരിമല സ്വർണ്ണമോഷണം, സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ CPM പറയുന്നത് അത് പ്രതിഫലിച്ചിട്ടില്ല എന്നാണല്ലോ. പത്തനംതിട്ടയിലെ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ വിലയിരുത്തൽ ശബരിമല സ്വർണ്ണക്കള്ള പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ സംസ്ഥാന CPM പറയുന്നത് അത് പ്രതിഫലിച്ചിട്ടില്ല. പക്ഷേ യാതൊരു സംശയവും ഇല്ലാതെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും, ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുമായി ബന്ധപ്പെട്ട് ഇറക്കിയ പാരഡിയും കേരളത്തിലെ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയതിന്റെ പ്രതിഫലനമാണ് ത്രിതല പഞ്ചായത്തിലെ CPM-ന്റെ കോട്ടകളിൽ അവർക്കുണ്ടായ പരാജയം. അത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമോ എന്നൊരു ഭയം CPM-ന്റെ ചില നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ A. പത്മകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കെതിരെ വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാകുമെന്നാണ് ഒരു മുതിർന്ന CPM നേതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത് A. പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാകും. ഇനിയും ഇത്തരം ആളുകളെ സംരക്ഷിച്ചാൽ അത് തെരഞ്ഞെടുപ്പിനെ ദോഷകരമായി ബാധിക്കുമോ എന്നൊരു ഭയം CPM-നുണ്ട്. അത്തരമൊരു ഭയത്തിലേക്ക് CPM പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ഭക്തർ പ്രതികരിച്ചാൽ, കേരളത്തിലെ ഹൈന്ദവ മതവിശ്വാസികൾ പ്രതികരിച്ചാൽ അത് CPM-നെ പ്രതികൂലമായി ബാധിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ തുടർഭരണം അല്ലെങ്കിൽ മൂന്നാം ഭരണമെന്ന CPM-ന്റെ സ്വപ്നം പൊലിയുമെന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട കൃത്യമായ നടപടി ഉണ്ടാകും. അതിനപ്പുറം ED അന്വേഷണം ഏത് തരത്തിൽ തങ്ങളെ ബാധിക്കുമെന്നൊരു ഭയമാണ് CPM-നുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം യഥാവിധി കൃത്യമായി മുന്നോട്ട് പോയാൽ അത് CPM-ന്റെ അടിവേരറുക്കുന്ന തരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. അതുകൊണ്ട് തന്നെ ED അന്വേഷണത്തെ CPM ഭയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് പത്മകുമാറിലും വാസുവിലും മുരാരി ബാബുവിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും ശ്രീകുമാറിലും ഗോവർദ്ധനിലും നിൽക്കേണ്ട കേസല്ല. ഉന്നത നേതാക്കന്മാരുടെ അറിവോടെ സമ്മതത്തോടു കൂടിയാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾ പറയുമ്പോൾ അതിൽ വ്യക്തത വരുത്താൻ, അവർക്ക് ആശ്വാസകരമായ ഒരു നടപടി ഉണ്ടാകാൻ EDക്ക് കഴിയുമോ, അതോ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിലവിൽ അറസ്റ്റ് ചെയ്തവർ മാത്രമാണ് ഇതിലെ പ്രതികൾ, മറ്റുള്ളവർക്ക് ഇതിൽ പങ്കില്ല എന്ന് അവർക്ക് ക്ലീൻ ചിറ്റ് നൽകാൻ EDക്ക് കഴിയുമോ എന്ന് കേരള സമൂഹം ഉറ്റുനോക്കുക. എന്തായാലും ED അന്വേഷണം ഒരു കൃത്യമായ രൂപത്തിൽ പോയാൽ അത് ഏത് തരത്തിൽ CPM-നെ ബാധിക്കുമെന്നൊരു ആശങ്ക CPM നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ CPM BJP ഒരു ഡീല് കേരളത്തിൽ ഉണ്ടാകുമോ എന്നൊരു ഭയം UDF-ഉം കോൺഗ്രസിനുമുണ്ട്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധീനതയുള്ള ഒരു അന്വേഷണം ഏജൻസിയാണ്. BJP CPM ഡീലുണ്ടായാൽ ഈ അന്വേഷണം നിലയ്ക്കുമോ എന്നൊരു ഭയമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവെക്കുന്നത്. പക്ഷേ അത്തരത്തിൽ ഒരു ഡീൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ. ശബരിമല സ്വർണം കൊള്ള ചെയ്ത കള്ളന്മാരെ, ശബരിമല അയ്യപ്പന്റെ പുണ്യ പൂങ്കാവനം, പരിശുദ്ധമായ പൂങ്കാവനം മലീമസമാക്കിയ കള്ളന്മാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ കൽത്തുറങ്കലിൽ അടക്കാൻ, അവരെ കയ്യാമം വെച്ച് ജയിലിൽ അടക്കാനുള്ള ത്രാണി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാണിക്കുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘവും കേരളീയ സമൂഹവും പങ്കുവെക്കുന്നത്.